നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ്. മുന്നണി വിപുലീകരണ സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും സമാന മനസ്സുള്ളവർ യുഡിഎഫിന്റെ ഭാഗമാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട്ട് തുടരുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ യുഡിഎഫ് തയ്യാറെടുക്കുന്നു. സീറ്റ് കൂടുതൽ നൽകാനുള്ള പരിമിതി കോൺഗ്രസ് ലീഗിനെ ബോധ്യപ്പെടുത്തും. ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പോയി ക്ഷണിക്കണം എന്നുള്ളതല്ല. ആ രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ അത് മുന്നണി ചർച്ച ചെയ്യും എന്നതിനർത്ഥമുള്ളൂ. സംസ്ഥാന പ്രസിഡന്റ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലീഗിന് അർഹതയുണ്ട്, അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി എ കെ അഭിലാഷും റോഷിപാലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. എ കെ അഭിലാഷിലേക്ക്. എ കെ അഭിലാഷ്, ലീഗിന് എത്ര സീറ്റാണ് വേണ്ടത്? സുജിയ, 2021 UDF-ന് തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ പോലും 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 15 സീറ്റിൽ വിജയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള മാർജിനിലാണ് അവർ വിജയിച്ചു വന്നത്. അതായത് സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അനുഗ്രഹീതമായ ഘടകമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത് തങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട്, മത്സരിക്കാൻ സീറ്റുകളിൽ അർഹതയുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ഇത് UDF-ൽ അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ കൂടി ഇപ്പോൾ വ്യക്തത വരുത്തുന്നു. കാരണം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നണിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു പറയുന്നു, തങ്ങളുടെ അർഹതയുണ്ട്. ആ കാര്യത്തിൽ മുന്നണിക്കകത്ത് തന്നെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ വേണമെന്നുള്ള ഒരാവശ്യം അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുന്നണിയുടെ വിപുലീകരണം എന്നുള്ള ആവശ്യമാണ്. അത് തങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സമാന മനസ്കരായ ആളുകൾ മുന്നണിയുടെ ഭാഗമാവുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളും ഈ ഘട്ടത്തിൽ നമ്മളുമായി പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് രണ്ട് ആവശ്യങ്ങളിലേക്ക് കടക്കുന്നു. അതായത് മുന്നണിയുടെ ശക്തിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ UDF-ൽ കൂടുതൽ സീറ്റുകൾ, അതിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തക സമിതി യോഗം ചേരുകയാണ്. ഏത് സീറ്റുകളിൽ ഏത് സ്ഥാനാർത്ഥി വരണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ ഇപ്പോൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സീറ്റുകൾ വെച്ചു മാറണമെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പ്രവർത്തക സമിതി പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് SIR-മായി ബന്ധപ്പെട്ടാണ്. ചില വോട്ടുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ UDF-ന്റെ ഭാഗത്തുണ്ടാവും. അതിനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗും നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആർ റോഷിപാൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. ആർ റോഷിപാൽ, ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റ് കൂടുതൽ വേണമെന്ന് പറയാൻ വരികയാണ് ലീഗ്. അനുനയിപ്പിക്കാൻ കഴിയുമോ കോൺഗ്രസിന്? സുജിയ, UDF സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കും. ഈ ആഴ്ച തന്നെ പരമാവധി വേഗത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും ആ ചർച്ചകളിലേക്ക് കടക്കാനാണ് തീരുമാനം. 1-2 ഘട്ടങ്ങളിലായി സീറ്റ് വിഭജനം പൂർത്തീകരിക്കും. ഈ മാസം 15-നകം തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഈ ആവശ്യം, കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം, അവരെ അനുനയിപ്പിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുക. എന്തുകൊണ്ട് ഈ തവണ കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിന് വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തും. അങ്ങനെ ലീഗിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിച്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെയാണ് അടുത്ത മാസം ആദ്യഘട്ടത്തിൽ തന്നെ UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥയിൽ സ്ഥാനാർത്ഥികൾ അണിനിരത്തുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ UDF കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലും ഒപ്പം AK അഭിലാഷും.